ഹലോ ഗായ്സ്, എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ മൂകാംബിക പോകുന്ന വ്ളോഗാണ് കേട്ടോ. കൊല്ലൂർ കുറേ നാളുകളായിട്ട് പോകണമെന്ന് വിചാരിച്ചിരുന്നിട്ട് നമ്മൾ കുഞ്ഞാപ്പീനെ എഴുത്തിനിരുത്താൻ വേണ്ടിയിട്ട് പോവാന്ന് പറഞ്ഞിരുന്നിട്ട് ഇങ്ങനെ ലേറ്റായി പോവായിരുന്നു. ഇപ്പോൾ എല്ലാവരും പറയാറുണ്ട് നമുക്ക് മൂകാംബിക പോകണം എന്നുണ്ടെങ്കിൽ നമ്മൾ മാത്രം വിചാരിച്ചാൽ പോരാ, ദേവിയും കൂടി വിചാരിച്ചാലാണ് നമുക്ക് അവിടെ എത്താൻ പറ്റുള്ളൂ. അതേപോലെ തന്നെയായിരുന്നു കേട്ടോ. കാരണം ഞങ്ങൾ കണ്ണൻ ചേട്ടൻ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരുന്നതാണ് മൂകാംബിക എത്താനുള്ളൊരു നമ്മളുടെ കുഞ്ഞാപ്പി നമ്മളുടെ ചെയ്യണം. അവനെ എഴുത്തിനിരുത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോണത്. അത് മാത്രമല്ല, കുഞ്ഞാപ്പിയുടെ ഫസ്റ്റത്തെ ട്രെയിൻ ജേണിയാണ് കേട്ടോ ഇത്. ഭയങ്കര എക്സൈറ്റഡ് ആണ്, ഭയങ്കര ഹാപ്പിയാണ്. എന്നോട് ഇങ്ങനെ വർത്താനം പറയുന്നുണ്ട്. അവൻ അച്ചിച്ച എന്ന് പറയണത് കണ്ണൻ ചേട്ടനാണ് കേട്ടോ. അപ്പൊ അച്ചിച്ചക്ക് വീഡിയോ എടുത്ത് അയച്ചു കൊടുക്കാന്നും പറഞ്ഞിട്ട് ഞാൻ വെറുതെ ഇങ്ങനെ അവന്റെ കുറെ വീഡിയോസൊക്കെ ഇങ്ങനെ എടുത്ത് അയച്ചു കൊടുക്കാറുണ്ട്. അപ്പൊ അങ്ങനെ ഇരുന്ന് സംസാരിച്ച് പിന്നെ ട്രെയിനിങ്ങിൽ വന്ന കുറേ ഫുഡും കാര്യങ്ങളൊക്കെ വാങ്ങിച്ച് കഴിച്ച് പിന്നെ ഇടയ്ക്കിടയ്ക്ക് ട്രെയിനിങ്ങിന് നിർത്തുന്നുണ്ടായിരുന്നു കേട്ടോ. ഭയങ്കര ലാഗായിരുന്നു. തിരൂരായപ്പോൾ ഇവിടെ നിർത്തി. അത് കഴിഞ്ഞ് തിരൂർ മാത്രമല്ല കേട്ടോ, കുറേ സ്ഥലത്ത് ഇതേപോലെ കുറേ നേരം പിടിച്ചിട്ടാണ് ഈ ട്രെയിൻ പോയത്. പിന്നെ ഞങ്ങൾ കുറേ കഴിഞ്ഞപ്പോഴത്തേനും ആകെ ടയേർഡായി തുടങ്ങി. കാരണം അത്യാവശ്യം നല്ല യാത്ര ഉണ്ട് അങ്ങോട്ടേക്ക്. പിന്നെ ട്രെയിൻ ആയതുകൊണ്ട് നമുക്ക് പ്രശ്നമില്ല. എനിക്ക് ഏറ്റവും ഇഷ്ടം ലോങ് ജേണിക്ക് എനിക്ക് ഏറ്റവും ഇഷ്ടം ട്രെയിനാണ്. കാരണം നമുക്ക് ഭയങ്കര സേഫായിട്ട് തോന്നാറുണ്ട്, ഭയങ്കര കംഫർട്ടബിളായിട്ട് തോന്നാറുണ്ട്. അങ്ങനെ എല്ലാം കൊണ്ട് ചെയ്യാൻ അവിടെ നിന്ന് എന്തോ ഉഴുന്നുവടയോ എന്തൊക്കെയോ വാങ്ങിച്ച് ട്രെയിനിൽ കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ആരെന്തായിട്ട് പോയാലും അവനത് വേണമെന്നും പറഞ്ഞിട്ട് അതൊക്കെ വാങ്ങിച്ച് കഴിക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ അവിടെ എത്തി. പിറ്റേന്ന് ദിവസം കുളിച്ച് ഫ്രഷായി അമ്പലത്തിൽ പോയിട്ടാണ് ഗൈസ്. അപ്പോൾ കറക്റ്റ് നമ്മളുടെ ദേവീനെ പുറത്തേക്ക് ആ തേരിലിരുത്തി കൊണ്ടുവരുന്ന സമയമായിരുന്നു കേട്ടോ. അവിടുത്തെ പൂജാരിമാരെയൊക്കെ നോക്കി നമ്മളുടെ അവിടെ നിന്ന് ഭയങ്കര ഡിഫറെൻ്റാണ്. കാണാൻ തന്നെ വേറെ ഒരു ടൈപ്പാണ്. അതിൻ്റെ പുറകെ പിന്നെ കുറേ ആൾക്കാരൊക്കെ ഇങ്ങനെ നടക്കും. ഞാൻ ശരിക്കും പറഞ്ഞാൽ കുഞ്ഞാപ്പിനെ എഴുത്തിനിരുത്താൻ വേണ്ടിയിട്ടാണ് പോയെങ്കിലും ഞാനും കൂടി എഴുത്തിനിരുന്നു. അവിടെ അങ്ങനെ പ്രായ വ്യത്യാസമൊന്നുമില്ല കേട്ടോ. നമുക്ക് ആർക്ക് വേണമെങ്കിലും ഇരിക്കാം. അപ്പം എനിക്ക് ആ സമയത്ത് അങ്ങനെ ഒരു യോഗം ഉണ്ടായിട്ടുണ്ടാവാം ഈ പ്രായത്തിൽ 26 വയസ്സിൽ ഇരിക്കാനായിട്ട്. എന്നിട്ട് നമ്മൾ പോയത് ട്രെയിനാണെങ്കിൽ തിരിച്ച് വന്നത് ഒരു ബസ് ബുക്ക് ചെയ്തിട്ടാണ്, സ്ലീപ്പർ ബസ് ബുക്ക് ചെയ്തിട്ടാണ് നമ്മൾ തിരിച്ച് വന്നത്. സത്യം പറഞ്ഞാൽ ഫസ്റ്റ് ടൈം ആയിരുന്നു കേട്ടോ സ്ലീപ്പർ ബസ്സിൽ. അപ്പോൾ ഭയങ്കര അടിപൊളി എന്നൊക്കെ പറഞ്ഞിട്ട് കയറിയതാണ്. പക്ഷേ ജേണി അത്ര സുഖം ഉണ്ടായിരുന്നില്ല. നമുക്ക് ശീലമില്ലാത്തതുകൊണ്ടാണ് എന്താണെന്നറിയില്ല, ഭയങ്കര ബാക്ക് പെയിനും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ വീട്ടിൽ വന്ന് 2 ദിവസം കഴിഞ്ഞപ്പോൾ അതൊക്കെ റെഡിയായി. അങ്ങനെ ഞാനും അമ്മയും കൂടി വെറുതെ ഗ്രൂപ്പിലൊക്കെ ഇടാൻ വേണ്ടിയിട്ട് കുറച്ച് വീഡിയോസ് എടുക്കുക. അപ്പോൾ ഗൈസ്, ഇത്രയൊക്കെ ഉള്ളൂ നമ്മളുടെ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ടാറ്റാ, ബൈ ബൈ.